ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചില കേസസിൽ നമുക്ക് എക്സ്ട്രാ കുറച്ച് ഫീൽഡ്സ് ആവശ്യമായിട്ട് വരും. അതായത് ഫ്രണ്ട് എൻഡിൽ നിന്ന് ചില എക്സ്ട്രാ ഫീൽഡുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. പക്ഷേ അത്തരം ഫീൽഡുകളൊന്നും ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യേണ്ട കാര്യം നമുക്ക് ഉണ്ടായിരിക്കില്ല. നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു ജാങ്കോയിലായിരുന്നുണ്ടെങ്കിൽ ഒരു ഫോം ഫ്രണ്ട് എൻഡിൽ HTML ഫോം വെക്കും. അതിനകത്ത് നമുക്ക് എന്തൊക്കെ ഫീൽഡുകളാണ് വേണ്ടത് അതെല്ലാം വെക്കും. എന്നിട്ട് എന്താ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഡോട്ട് ഗെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡാറ്റ എടുക്കും, പ്രോസസ്സ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇവിടെ എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ ഞാൻ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ വ്യൂസിൽ ചെന്നിട്ട് ഞാനിവിടെ ഓൾറെഡി ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ serializer.save എന്നുള്ള മെത്തേഡ് ഇപ്പോൾ എന്താ പറയുക കമൻറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം നമുക്കത് സേവ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് നമുക്ക് ഡാറ്റ എടുത്താൽ മതി. അപ്പം ഞാൻ അതിന് വേണ്ടി ഞാൻ ഇവിടെ വാലിഡ് എന്നതിന് ശേഷം serializer.data എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ടെർമിനലിൽ നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് പാസ് ചെയ്യുന്ന ഡാറ്റ ഇവിടെ പ്രിന്റ് ചെയ്യും. അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ നമ്മുടെ സെർവർ റണ്ണിങ് ആണ്. ഞാനിവിടെ ഈ കീബോർഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടുന്ന് കോപ്പി ചെയ്യണം. ഓക്കെ, കോപ്പി ചെയ്ത് ഞാനിവിടെ /get എന്ന് പറഞ്ഞ് നമ്മൾ ഡാറ്റ പോസ്റ്റ് ചെയ്യാണ്. പോസ്റ്റ് ചെയ്യുന്നിടത്തൊന്ന് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാൻ പോകും. ഞാനിവിടെ കോപ്പി ചെയ്തു. ഞാൻ അതിനുശേഷം ഒരു കാര്യം കൂടി കൊടുക്കുകയാണ്. ഒരു പുതിയ ഫീൽഡ് ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒരു ബൂളിയൻ ഫീൽഡ് എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ട്രൂ. ഓക്കെ, ഞാൻ ബൂളിയൻ ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പൈത്തണിനകത്ത് കൊടുക്കുന്ന പോലെ T കൊടുക്കരുത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഡാറ്റ കൊടുത്ത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തേക്കെ. ഒരു ഡാറ്റ ഇവിടുന്ന് കോപ്പി ചെയ്തു, ഞാൻ ഇവിടുന്ന് പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇവിടെ സക്സസ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ടെർമിനൽ നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ ആ ഡാറ്റ വന്നിട്ടില്ല. ഓക്കെ, നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന നെയിം പ്രൈസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് കൊടുത്തിരിക്കുന്ന ഡാറ്റ വന്നിട്ടില്ല. അപ്പോൾ ആക്ച്വലി എനിക്ക് വേണ്ട റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഓഫർ എന്ന് പറഞ്ഞ ടാഗ് ഫാൾസ് ആയിട്ടാണ് കൊടുത്തെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. അതല്ല ട്രൂ ആണ് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൈസിൽ നിന്ന് ഒരു 10 രൂപ കുറച്ചിട്ട് സേവ് ചെയ്യുക. ഒരു ഓഫർ എന്ന നിലയിലോ അല്ല ഡിസ്കൗണ്ട് എന്ന നിലയിൽ സേവ് ചെയ്യുക. അതാണ് എൻ്റെ റിക്വയർമെന്റ്. അതായത് ഞാൻ 500 എന്ന് പറഞ്ഞ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം പ്രൈസ് 500 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ 500 സേവ് ചെയ്യുന്നതിന് പകരം എനിക്ക് വേണ്ടത് എന്താണ് 490 എന്ന് പറഞ്ഞ് സേവ് ചെയ്യണം. അപ്പോൾ അതാണ് എൻ്റെ റിക്വയർമെന്റ്. പക്ഷേ ആ ഓഫർ എന്ന് പറഞ്ഞത് നമുക്ക് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ സീരിയലൈസറിനകത്ത് ഒന്ന് പുതിയൊരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണം. ഓഫർ എന്ന് പറഞ്ഞൊരു ഫീൽഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ മോഡൽസിനകത്ത് എങ്ങനെ കൊടുക്കണം? മോഡൽസ് ഡോട്ട് ക്യാർ ഫീൽഡ് എന്നോ മോഡൽസ് ഡോട്ട് ബൂളിയൻ ഫീൽഡ് എന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, serializers ഡോട്ട് ബൂളിയൻ ഫീൽഡ്. ഓക്കെ, ഡിഫോൾട്ട് വാല്യൂ കൊടുക്കുകയാണ്. ഡിഫോൾട്ട് ഈസ് ഈക്വൽ ടു ഫാൾസ്. ഓക്കെ ഫാൾസ് എന്ന് പറഞ്ഞു കൊടുത്തു. അവിടെ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, നമ്മൾ ഇവിടെ കൂടി കൊടുക്കണം ആ ഒരു പേര്. അതേ പേര് തന്നെ കൊടുക്കണം. ഇവിടെ എന്താണോ പേര് കൊടുത്തത് അതേ നെയിം തന്നെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് നോക്കാം എന്താണ് വരുന്നതെന്ന്. ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് നേരത്തെ കോപ്പി ചെയ്ത ആ ട്രൂ എന്നുള്ള വാല്യൂ ഇവിടെ പേസ്റ്റ് ചെയ്തു. പോസ്റ്റ് ഞാൻ കൊടുത്തു. പോസ്റ്റ് കൊടുത്ത സമയത്ത് ഇവിടെ നോക്കുമ്പോൾ അറിയാം നമ്മുടെ വാല്യൂ ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ടെർമിനലിൽ നോക്കാം. ടെർമിനൽ നോക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിച്ചറിയാം നെയിം വന്നിട്ടുണ്ട്, പ്രൈസ് വന്നിട്ടുണ്ട്, ഓഫർ വന്നിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ ഇവിടുത്തെ ട്രൂ എന്ന് പറയുന്നത് നമ്മുടെ പൈത്തണിന്റെ ഫോർമാറ്റിലാണ്. അതായത് പൈത്തണിൽ നമുക്കറിയാം T ആണ് ട്രൂവിന് കൊടുക്കുന്നത്. ഇവിടെ T ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കി എന്താ അത് സ്മോൾ ലെറ്റർ T ആണ്. പിന്നെ വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത സമയത്ത് ഇതിനെ കോഡ്സിനുള്ളിലല്ല ജസ്റ്റ് ട്രൂ എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. ഇവിടെ കീബോർഡ് എന്നുള്ളത് കോഡ്സിനുള്ളിൽ കൊടുത്തു. പക്ഷെ ഇവിടെ കോഡ്സ് വേണ്ട, ജസ്റ്റ് നമ്മൾ ട്രൂ എന്ന് കൊടുത്താൽ മതി. എന്നാലേ അത് എന്താ പറയുക ബൂളിയൻ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഈ ട്രൂ എന്ന സംഭവം കൊടുക്കുന്നില്ല, ഞാൻ ഈ ഡാറ്റ കൊടുക്കുന്നില്ല. എന്നിട്ട് ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ അറിയാം ഫാൾസ് എന്ന് പറഞ്ഞ് പ്രിന്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ ഫാൾസ് എന്ന് പറഞ്ഞ് ഡാറ്റ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിക്വയർമെന്റ് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ഏതൊരു ഫീൽഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഞാനിവിടെ ഒരു ബൂളിയൻ ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ എനിക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽസ് അല്ല serializers ഡോട്ട് ക്യാർ ഫീൽഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ക്യാർ ഫീൽഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ ജസ്റ്റ് ഓക്കെ മാക്സ് ലെങ്ത് കൊടുക്കണം. മാക്സ് ലെങ്ത് ഈസ് ഈക്വൽ ടു 50 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, മാക്സ് ലെങ്ത് ഞാൻ ഇവിടെ കൊടുത്തു 50 എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ അതുപോലെ തന്നെ ആ ഡാറ്റ ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തു. നേരത്തെ അറിയാം നമ്മളിവിടെ ഡിഫോൾട്ട് വാല്യൂ ഫാൾസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഈ ഓഫർ എന്ന് പറഞ്ഞ ഫീൽഡ് കൊടുത്തില്ലെങ്കിലും വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ എന്താണ് വരുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 400 ബാഡ് റിക്വസ്റ്റ് എറർ ആണ് കാണിക്കുന്നത്. കാര്യം എന്താ, ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് റിക്വയർഡ് ഫീൽഡ് ആണ്. ഓക്കെ, ഇനി അത് റിക്വയർഡ് ഫീൽഡ് വേണ്ട, എനിക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്കിവിടെ നള്ളും ബ്ലാങ്കും കൊടുക്കാൻ കഴിയില്ല. കാര്യം നമ്മളിപ്പോൾ മോഡൽസിനകത്താണെങ്കിൽ നമുക്ക് കൊടുക്കാൻ നൾ ഈസ് ഈക്വൽ ടു ട്രൂ, ബ്ലാങ്ക് ഈസ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുക്കും. പക്ഷെ അത് ഇവിടെ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫോൾട്ട് വാല്യൂ കൊടുക്കും. ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് empty സ്ട്രിംഗ് വല്ലതും കൊടുക്കും. ഇങ്ങനെ ഓക്കെ, ഡിഫോൾട്ട് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് empty സ്ട്രിംഗ് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക പ്രത്യേകിച്ച് ഡാറ്റ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അവിടെ ഞാനിവിടെ പ്രിന്റ് ചെയ്തു, അതുപോലെ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ വന്നിട്ടുണ്ട്, പക്ഷെ empty ആയിട്ട് വരുമെന്ന് മാത്രം. ഓക്കെ,
അങ്ങനെയാണ് എക്സ്ട്രാ. അപ്പൊ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഏത് ഫീൽഡ്, ഇൻറ്റീജർ ഫീൽഡ് വേണേ അത്, ഫ്ലോട്ട് ഫീൽഡ് വേണേ അത്, അങ്ങനെ എന്ത് ഫീൽഡും ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു എക്സ്ട്രാ ഫീൽഡ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യേണ്ടാത്തതും അതുപോലെ തന്നെ നമുക്ക് അല്ലാത്ത കാര്യങ്ങൾക്ക് എന്താ പറയുക പ്രോസസ്സ് ചെയ്യേണ്ടതുമായിട്ടുള്ള ബാക്കിയുള്ള ഫീൽഡുകൾ ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ, നമുക്ക് ഡാറ്റാബേസിൽ ഒരു പർട്ടിക്കുലർ ഡാറ്റയെ മാത്രം എടുക്കുന്നതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതായത് ഫ്ലാഗ് എന്നോ സ്റ്റേറ്റ് എന്ന് ഞാൻ കൊടുത്തു. സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു serializers ഡോട്ട് serializer മെത്തേഡ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഗെറ്റ് അണ്ടർസ്കോർ സ്റ്റേറ്റ്, ഓക്കെ സോറി സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഇപ്പോൾ ഞാൻ ആ ഡേറ്റ ഇവിടെ കൊടുക്കുവാണ്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. പക്ഷെ ഈ ഡേറ്റ ഇങ്ങനെയല്ല അത് വർക്ക് ചെയ്ത്. ഇത് ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ ചില പർട്ടിക്കുലർ സംഭവങ്ങൾ റീഡ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മളൊരു ഫങ്ഷൻസ് ഒക്കെ എഴുതും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സാമ്പിൾ ഞാൻ ഇവിടുത്തെ യൂസ് കേസ് ഞാൻ പറയാം. അതായത് പ്രൈസ്, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 500 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ അണ്ടർ 500 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യണം. ഐ മീൻ അണ്ടർ 500 എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് കാണിക്കണം. അതിന് മുകളിലാണ് ഈ എന്താ പറയാ മോർ ദാൻ 500 എന്ന് വല്ലതും കാണിക്കണം. അപ്പൊ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു പേര് കൊടുത്തു, നേരത്തെ കൊടുത്ത serializers ഡോട്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് അല്ല, serializer മെത്തേഡ് ഫീൽഡ് എന്ന് പറഞ്ഞ വേറൊരു ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനുള്ളിൽ ഒരു വാല്യൂ കോഡ്സിനുള്ളിൽ കൊടുക്കുന്നത്. കോഡ്സിനുള്ളിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഗെറ്റ് എന്ന് പറഞ്ഞ ഇത് കറക്റ്റ് ആയിട്ട് കൊടുക്കും. നമ്മൾ നേരത്തെ വാലിഡേറ്റ് കൊടുത്തു, വാലിഡേറ്റ് അണ്ടർസ്കോർ ഫീൽഡ് നെയിം കൊടുത്തു. അതുപോലെ തന്നെ ഗെറ്റ് അണ്ടർസ്കോർ ഫീൽഡ് നെയിം ഇവിടെ കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ എഴുതേണ്ട ആവശ്യമുണ്ട്. ആ ഫംഗ്ഷൻ എഴുതേണ്ട ഫംഗ്ഷന്റെ പേരാണ് ആക്ച്വലി ഗെറ്റ് അണ്ടർസ്കോർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗെറ്റ് അണ്ടർസ്കോർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനുള്ളിൽ സെൽഫ് എന്ന് പറഞ്ഞ പാരാമീറ്ററിനെ കൊടുത്തു. ഓക്കെ, ഈ സെൽഫ് മാത്രം പോലെ ഡേറ്റയും കൂടി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ജസ്റ്റ് നോക്കാം, ഡേറ്റയും കൂടി കൊടുക്കും. ഓക്കെ, ഇഫ് ഡേറ്റ ഡോട്ട് ഗെറ്റ് പ്രൈസ് ലെസ് ദാൻ 500 എന്നാണെങ്കിൽ ഓക്കെ. അപ്പൊ നമ്മളിവിടെ നോക്കിയാൽ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കീബോർഡ് 400 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ സ്റ്റേറ്റ് എന്താ പറയാ അണ്ടർ 500 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ 500 എന്നുള്ളത് ഒരു 700 ആക്കി. 700 ആക്കിയിട്ട് ഞാൻ ഇവിടെ പോസ്റ്റ് കൊടുത്തു. പോസ്റ്റ് കൊടുക്കുന്ന സമയത്ത് മോർ ദാൻ 500 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന ചില അതായത് റീഡ് ഓൺലി ഫീൽഡാണ്. അതായത് ഡാറ്റാബേസിലുള്ള ഒരു വാല്യൂ റീഡ് ചെയ്യാനേ പറ്റുള്ളൂ, റൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ജസ്റ്റ് റീഡ് ചെയ്തിട്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു കസ്റ്റം ആയിട്ടുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാനാണ് ഈ പറയുന്ന എന്താ പറയുക serializer മെത്തേഡ് ഫീൽഡ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാം. അപ്പൊ അത് ജസ്റ്റ് കൊടുക്കുന്ന ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഗെറ്റ് അണ്ടർസ്കോർ ഫീൽഡ് നെയിം കൊടുക്കുക, സെൽഫ് കോമ ഡേറ്റ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഡേറ്റ കൊടുക്കണമെന്നില്ല, ആക്ച്വലി ഡേറ്റ റീഡ് ചെയ്താൽ മാത്രമല്ല നമുക്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാണ് ഡേറ്റ ഡോട്ട് ഗെറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ആക്ച്വലി എന്താ serializer മെത്തേഡ് ഫീൽഡിനെ കുറിച്ച് നോക്കി. അതുപോലെ തന്നെ എക്സ്ട്രാ കുറച്ച് ഫീൽഡ്, ബൂളിയൻ ഫീൽഡ് ആയിക്കോട്ടെ, ക്യാർ ഫീൽഡ് ആയിക്കോട്ടെ, അതുപോലെ ഇൻറ്റീജർ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, എങ്ങനെയാണ് എക്സ്ട്രാ കുറച്ച് ഫീൽഡ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യേണ്ടാത്ത കുറച്ച് ഫീൽഡിനെ നമ്മൾ ബാക്കെൻഡിലേക്ക് എടുക്കുന്നത് എന്ന്, അതിനെയൊക്കെ serialize ചെയ്തിട്ട് എങ്ങനെ ഡാറ്റ പാസ് ചെയ്യാമെന്ന് നോക്കി. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.